കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 886 സൂറത്തു യാസീൻ ആയത്തുകൾ 38 മുതൽ 65 വരെ, പേജ് നമ്പർ 1543. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني
هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 887 സൂറത്ത് യാസീൻ ആയത്ത് 38 പേജ് നമ്പർ 1543. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ സൂര്യൻ അതിൻ്റെ സ്ഥിരസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം പ്രതാപശാലിയും സർവജ്ഞനുമായവൻ്റെ കണക്കാക്കലാണത്. ഭൂമിയടക്കമുള്ള സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നു. സൂര്യൻ ചലിക്കുന്ന വിവരം മുമ്പ് അറിയാമായിരുന്നില്ല. കുറച്ചു കാലം മുമ്പ് വരെ പാഠപുസ്തകങ്ങളിലൂടെ ഇതാണ് കുട്ടികളെ പഠിപ്പിച്ചു പോന്നിരുന്നത്. എന്നാൽ സൂര്യനും സഞ്ചാരമുണ്ടത്രേ. സൗരയൂഥം ഒരു നിർണയിക്കപ്പെട്ട കേന്ദ്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് ശാസ്ത്രം കണ്ടെത്തി. ഖുർആനിൻ്റെ ഈ പ്രസ്താവന ഗോളശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത കാലഘട്ടത്തിൽ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഒരു ജനതയുടെ മുമ്പിലേക്കായിരുന്നു. ക്ഷീരപഥം എന്ന മിൽക്കി വേ താരസമൂഹത്തിലെ ഗാലക്സി ഒരംഗമാണ് സൂര്യൻ. താരസമൂഹ കേന്ദ്ര ഭാഗത്ത് നിന്നുള്ള 32,000 പ്രകാശവർഷം അകലെയാണ് സൂര്യൻ. താരസമൂഹ കേന്ദ്രത്തെ വൃത്താകാര പഥത്തിലൂടെ സൂര്യൻ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വേഗത ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ. ഇങ്ങനെ ഒരു താരസമൂഹ കേന്ദ്രത്തെ ഒരു തവണ ചുറ്റാൻ സൂര്യന് 25 കോടി വർഷം വേണ്ടി വരും. ഇതിന് ഒരു കോസ്മിക് ഇയർ എന്ന് പറയുന്നു. ഖുർആനിലെ ഓരോ പദവും സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണെന്ന് ബോധ്യപ്പെടുവാൻ ഇതുപോലെ ഒട്ടേറെ ആയത്തുകളുണ്ട്. സൂര്യൻ്റെ ചലനം മാത്രമല്ല, ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത സൂര്യൻ്റെ ഒരു നിശ്ചലാവസ്ഥ ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. സ്ഥിരമായ സ്ഥാനത്തേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞത് അതാണ് വ്യക്തമാക്കുന്നത്. എല്ലാം കൃത്യമായി അറിയുന്നവൻ അള്ളാഹു മാത്രം. ആയത്ത് 39. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ചന്ദ്രന് നാം ചില സ്ഥാനങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം അങ്ങനെ അത് ഈത്തപ്പനക്കുലയുടെ പഴയ വളഞ്ഞ തണ്ട് പോലെയായിത്തീരുന്നു. ആയത്ത് 40. ലശംസി യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ സൂര്യന് ചന്ദ്രൻ്റെ കൂടെ എത്തുക എന്നത് സാധ്യമാവുകയില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ രാത്രി പകലിനെ മുൻകടക്കുന്നതുമല്ല. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ എല്ലാം ഓരോ മണ്ഡലത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രമാസം ആരംഭിക്കുമ്പോൾ ചന്ദ്രൻ്റെ രൂപം, പിന്നീട് അതിനുണ്ടാകുന്ന മാറ്റം ഇതെല്ലാവർക്കും കാണാവുന്നതാണ്. ചന്ദ്രവർഷവും സൂര്യവർഷവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമാണ്. അടുത്ത നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന സൂര്യഗ്രഹണത്തെപ്പറ്റി അത് ഏത് മാസം, ഏത് ദിവസം, മണിക്കൂർ, മിനിറ്റ് ഇതൊക്കെ കൃത്യമായി ഇപ്പോൾ കണക്കുകൂട്ടി പറയാൻ കഴിയുന്നു. അതിസൂക്ഷ്മവും കൃത്യവുമായ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൻ്റെയും കണക്കിൻ്റെയും അടിസ്ഥാനത്തിലാണിവയെല്ലാം. ഭൂമി, സൂര്യചന്ദ്ര ഗോളങ്ങളെല്ലാം ആ കണക്കനുസരിച്ച് അല്പം പോലും തെറ്റാതെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പേജ് നമ്പർ 1544. കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. എല്ലാം അവയുടേതായ സഞ്ചാരപഥങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചനാഥൻ്റെ കൃത്യവും അതിസൂക്ഷ്മവുമായ കണക്കനുസരിച്ച് സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനാവുകയില്ല എന്ന് ഇവിടെ പറയുന്നു. കാരണം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു, ചന്ദ്രനും ഭൂമിയും കൂടി സൂര്യനെ ചുറ്റുകയുമാണ്. അതിനാൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരപാതകൾ തികച്ചും വ്യത്യസ്തമാണ്. രാവ് പകലിനെ മറികടക്കുകയില്ല എന്നും ആയത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഇരുട്ടിന് ഒരിക്കലും വെളിച്ചത്തെ നീക്കാനാവില്ല, എന്നാൽ വെളിച്ചത്തിന് ഇരുട്ടിനെ നീക്കാം. പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും സഞ്ചരിക്കുന്നു എന്ന് 20-ാം നൂറ്റാണ്ടിലാണ് ശാസ്ത്രം കണ്ടെത്തിയത്. ക്രിസ്താബ്ദം
7-ാം നൂറ്റാണ്ടിൽ അക്കാര്യം വ്യക്തമാക്കാൻ എല്ലാം അറിയുന്ന ഗ്രഹങ്ങളെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവ്വ ലോക സൃഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാവരും ഓരോ മണ്ഡലത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബുദ്ധിജീവികളെപ്പറ്റി ഉപയോഗിക്കപ്പെടാറുള്ള ഒരു ബഹുവചന ക്രിയ ആണുള്ളത്. കർത്താവ് 2-ലധികമുള്ള ബുദ്ധിജീവികളായിരിക്കണം. ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, രാവ്, പകൽ ഇവയാണ് നീന്തുന്നു എന്ന ക്രിയയുടെ കർത്താക്കൾ. യഥാർത്ഥത്തിൽ ബുദ്ധിജീവികളല്ല ഇവ. എന്നാൽ ബുദ്ധിജീവികളെപ്പോലെ അവയുടെ ചലനങ്ങൾ നിർവഹിക്കുന്നു എന്ന സൂചനയാവാം ആ പ്രയോഗത്തിലുള്ളത്. ചലിക്കുന്നു എന്ന് പറയാതെ നീന്തുന്നു എന്നാണ് പ്രയോഗം. അല്ലാഹു ആലം. അതായത് ഇതിലുള്ളതല്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗോളങ്ങളുടെ സെലസ്റ്റിയൽ ബോഡീസ് ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ഒരു തരം സ്വിമ്മിങ് മോഷൻ ആണ് എന്ന് കേട്ടിട്ടുണ്ട്. അല്ലാഹു ആലം. ആയത്ത് 41. വആയത്തുല്ലഹും അന്ന ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ, അവരുടെ മക്കളെ ഭാരം നിറഞ്ഞ കപ്പലിൽ നാം കയറ്റിക്കൊണ്ടുപോയതും അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. അവരുടെ മക്കളെ എന്ന് വെച്ചാൽ മനുഷ്യ മക്കളെ എന്ന് സാരം. കപ്പൽ മുഖേന മഹാസമുദ്രങ്ങളിലൂടെ ആളുകൾ സുഖമായി യാത്ര ചെയ്യുന്നതും കപ്പലിൽ ചരക്കുകൾ കയറ്റിക്കൊണ്ടുപോകുന്നതും വലിയൊരു വിഷയമാണ്. ഇതിന് സൗകര്യമുണ്ടാക്കി കൊടുത്ത റബ്ബിൻ്റെ അനുഗ്രഹം വളരെ വലുതാണ്. ആയത്ത് 42. അതുപോലെയുള്ളതിൽ നിന്ന് മറ്റുള്ള വസ്തുക്കളെയും അവർ വാഹനമായി ഉപയോഗിക്കുന്നത് നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. കപ്പൽ പോലെ നൂറുകണക്കിന് യാത്രക്കാരെയും ഭാരമേറിയ ചരക്കുകളെയും വഹിച്ച് സഞ്ചരിക്കുന്ന തീവണ്ടികളും വിമാനങ്ങളും മറ്റും ഇപ്പോഴുണ്ടല്ലോ. ആയത്ത് 43. നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരെ നാം മുക്കിക്കളയുന്നതാണ്. അപ്പോൾ അവർക്ക് യാതൊരു സഹായം ഉണ്ടാകില്ല, അവർക്ക് രക്ഷ ലഭിക്കുകയുമില്ല. ആയത്ത് 44. നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമായും ഒരു നിശ്ചിത സമയം വരെ അവർക്ക് സുഖാനുഭവമായും അല്ലാതെ. കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുന്നതിനെ പറ്റി നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാൽ മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ വാഹനങ്ങൾ വായുവിലും കടലിലും കരയിലും സഞ്ചരിക്കുന്നുണ്ട്. അവ ഓരോന്നിലും സമയവും മറ്റും മനുഷ്യൻ നിശ്ചയിച്ചിട്ടുണ്ട്. അവ ഓരോന്നിനും തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദിവസേന അപകടങ്ങൾ സംഭവിക്കുന്നു. വിപത്തുകളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാം അനുഭവിക്കുക മാത്രം. കരയിലും കടലിലും വായുവിലും അള്ളാഹു ഉദ്ദേശിക്കുന്നതെല്ലാം സംഭവിക്കുന്നു. ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ്റെ കാരുണ്യം കൂടിയേ തീരൂ. മനുഷ്യൻ്റെ കഴിവുകൾ എത്ര ഉയർന്നു പോയാലും അതിന് പരിമിതികളുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ലോകരക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടാണ് അവൻ ഇവിടെ ജീവിക്കുന്നതെന്ന് അവൻ എപ്പോഴും ഓർത്തുകൊള്ളട്ടെ. ആയത്ത് 45. നിങ്ങളുടെ മുമ്പിലുള്ളതും നിങ്ങളുടെ പിന്നിലുള്ളതും സൂക്ഷിക്കുകയും എന്ന് അവരോട് പറയപ്പെടുമ്പോൾ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ലഭിക്കുവാൻ വേണ്ടി. പല സമുദായങ്ങളെയും മുമ്പ് ശിക്ഷിച്ചിട്ടുണ്ട്. അതാണ് മുമ്പിലുള്ളത് കൊണ്ട് ഉദ്ദേശ്യം. ഇഹലോകത്തിലെയും പരലോകത്തിലെയും ശിക്ഷകളെ ഓർത്ത് സൂക്ഷ്മത പാലിക്കുക. ആയത്ത് 46. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുറിദീൻ. അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതൊരു ദൃഷ്ടാന്തം വന്നപ്പോഴും അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയല്ലാതെ ഉണ്ടായിട്ടില്ല. ആയത്ത് 47. അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ, സത്യനിഷേധികളായിട്ടുള്ളവർ വിശ്വാസികളായിട്ടുള്ളവരോട് പറയും, അനുതുഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ ഭക്ഷണം കൊടുക്കുമായിരുന്ന കൂട്ടർക്ക് നാം ഭക്ഷണം കൊടുക്കുകയോ. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, നിങ്ങൾ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയാകുന്നു. ദരിദ്രർക്ക് സമ്പത്ത് കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് സഹായം നാം എന്തിനു നൽകണം എന്നാണ് അഹങ്കാരികളുടെ ചോദ്യം. അവർ ഇങ്ങനെ പട്ടിണിയിലായത് അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അപ്പോൾ നാം അവരുടെ പട്ടിണി പരിഹരിക്കാൻ ഒരുങ്ങുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ എതിർക്കലാണ്. അതൊരിക്കലും ശരിയല്ലല്ലോ എന്നാണ് ഈ നിഷേധികളുടെ ധിക്കാരം നിറഞ്ഞ വാദം. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് പറയപ്പെട്ടാൽ അവർ പുച്ഛിച്ചു തള്ളുന്നു. ഉപദേശങ്ങൾക്കും കൽപ്പനകൾക്കും വിപരീതമായാണ് സത്യനിഷേധികൾ പ്രതികരിക്കുക. നന്മകളിൽ നിന്ന് ഒളിച്ചോടാൻ ദുർന്യായങ്ങൾ കണ്ടെത്തും.
ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 888, സൂറത്ത് യാസീൻ ആയത്ത് 48, പേജ് നമ്പർ 1546. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. അവർ പറയും, നിങ്ങൾ നേര് പറയുന്നവരാണെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴാണ് നടപ്പാകുക? മനുഷ്യരുടെ പുണ്യപാപങ്ങൾ പരിശോധിച്ച് ന്യായമായ വിധി നടത്തുമെന്ന് പറയുന്നുണ്ടല്ലോ, അതെപ്പോഴാണെന്ന് ചോദിക്കുന്നു. ഇതിന് കൃത്യമായ മറുപടി പറയാതെ ഇരുന്നാൽ ഈ പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് സൂചിപ്പിക്കലാണ് അവരുടെ ഉദ്ദേശ്യം. ആയത്ത് 49. മയന്നുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ. ഒരൊറ്റ ഘോര ശബ്ദം മാത്രമേ അവർ നോക്കിക്കാത്തിരിക്കുന്നുള്ളൂ. ലോകം അവസാനിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഘോര ശബ്ദമാണ് ഉദ്ദേശ്യം. അവർ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം അവരെ പിടികൂടും. ആയത്ത് 50. അപ്പോൾ അവർക്ക് യാതൊരു മരണമൊഴിയും നൽകാൻ സാധ്യമാവുകയില്ല. അവരുടെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് അവരിട്ട് മടങ്ങുകയുമില്ല. അവർ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒട്ടും നനച്ചിരിക്കാതെ അന്ത്യസമയം വന്നെത്തും. മരണനേരത്ത് പറയാൻ ഉദ്ദേശിച്ച പ്രധാന കാര്യങ്ങളൊന്നും പറയാൻ അവസരമുണ്ടാകില്ല. ആയത്ത് 51. കാഹളത്തിൽ ഊതപ്പെടുന്നതാണ്. അപ്പോൾ അവരുടെ ഖബറുകളിൽ നിന്ന് അവരുടെ റബ്ബിങ്കലേക്ക് കുതിച്ചു ചെല്ലും. മരണശേഷം ഖബറുകളിലും മറ്റുമായി മണ്ണോട് ചേർന്ന മനുഷ്യരെല്ലാവരും കാഹളത്തിൽ രണ്ടാമത് ഊതപ്പെടുമ്പോൾ പുനർജീവിപ്പിക്കപ്പെടും. മനുഷ്യരൊന്നടങ്കം എഴുന്നേറ്റ് വരും. എവിടെയാണോ മരണമടഞ്ഞു കിടന്നിരുന്നത് അവിടെ നിന്ന് ജീവൻ നൽകപ്പെട്ട് പുറത്തു വരിക തന്നെ ചെയ്യും. ആയത്ത് 52. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മഖ്ദിനാ. അവർ പറയും, ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ആരാണ്? ഹാദാ മാ വഅദ റഹ്മാൻ. മഹാകാരുണികൻ വാഗ്ദത്തം ചെയ്തതാണിത്. വസ്വദഖൽ മുർസലൂൻ. ദൈവദൂതന്മാർ സത്യം തന്നെയാണ് പറഞ്ഞത്. പേജ് നമ്പർ 1547. മരണാനന്തരം ജീവിതമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചിരുന്നവർ ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്ന നേരത്ത് തങ്ങൾ പറഞ്ഞിരുന്നത് തീർത്തും തെറ്റായിരുന്നു എന്നും പ്രവാചകന്മാർ പറഞ്ഞതായിരുന്നു സത്യമെന്നും തുറന്ന് അംഗീകരിക്കും. ആയത്ത് 53. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ. അത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും. ഫഇദാഹും ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ. അപ്പോഴതാ അവർ ഒന്നടങ്കം നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു. ഇവിടെ ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് ആളുകളൊക്കെയും ഖബറിൽ ഉറക്കിലാണ്, സുഖമോ ദുഃഖമോ ഒന്നുമില്ല എന്ന് സിയൻ മൗലവി വാദിക്കുന്നു. ഉറക്കിൽ സുഖവും ദുഃഖവും ഉണ്ടെന്ന കാര്യം പോലും അദ്ദേഹം നിഷേധിച്ചിരിക്കുന്നു. സുഖകരമായ ഉറക്കും പേടിസ്വപ്നം കണ്ടുള്ള വിഷമകരമായ ഉറക്കും രണ്ടും നാം അനുഭവിച്ചിട്ടുള്ളതാണ്. ആയത്തിൻ്റെ വാചകത്തിൽ ഉറക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുഖമായ ഉറക്കമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തതാണ്. ഖബർ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാകാമെന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. നമസ്കാരത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുവാനുള്ള പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മയ്യത്ത് നമസ്കാരത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഈ ആൾക്ക് രക്ഷ നൽകുവാനുള്ള പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസുകളൊക്കെ കളവാണെന്ന് വാദിക്കുകയും ബുഖാരി മുസ്ലിമിൽ കള്ള ഹദീസ് വന്നിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുകയും ലോക്കപ്പ് മർദ്ദനം എന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. മരണശേഷം ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ മനുഷ്യർ എവിടെയാണോ ഉണ്ടായിരിക്കുക അതാണ് ഖബർ. നാം ഭൂമിയിൽ കുഴിച്ചുണ്ടാക്കുന്ന ഖബറും മനുഷ്യൻ കത്തിക്കരിഞ്ഞ് ഭസ്മമായി പോയാൽ ആ വെണ്ണീർ എവിടെയാണോ സ്ഥിതി ചെയ്യുക ആ സ്ഥലവും, പക്ഷികൾ ഈ ശവം കൊത്തി തിന്നാൽ അവിടെയും, കടലിലെ മത്സ്യങ്ങൾ ഈ ശരീരം തിന്നാൽ അവിടെയും ഖബർ തന്നെ. അപ്പോൾ മരണാനന്തരം മയ്യത്തിൻ്റെ അവശിഷ്ടം എവിടെയായിരിക്കുമോ അതാണ് ഖബർ എന്ന് ചുരുക്കി പറയാം. ഈ കാലയളവിൽ മനുഷ്യന് സുഖവും ദുഃഖവും രണ്ടുമുണ്ടാകാം. ശിക്ഷയുണ്ടെന്ന് പ്രമാണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മരണം എന്ന് പറയുന്നത് മനുഷ്യൻ സ്നേഹിച്ചും പരിചയപ്പെട്ടും പരസ്പരം സഹായിച്ചും കഴിഞ്ഞുകൂടിയിരുന്ന എല്ലാ സംഗതികളിൽ നിന്നും വേർപെട്ട് ഒറ്റയ്ക്ക് കഴിയലാണല്ലോ. മരണം കൊണ്ട് ശരീരം മാത്രമേ നശിക്കുകയുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല എന്ന് എല്ലാ മതവിശ്വാസികളും സമ്മതിക്കുന്നു. ഈ ഏകാന്ത ജീവിതം തന്നെ ഒരു ശിക്ഷയാണ്. മരണശേഷം സുഖം മാത്രമല്ല ദുഃഖമില്ല എന്ന് വാദിക്കുന്നവനെ കുറേ മാസങ്ങൾ ഒരു മുറിയിലിട്ടടച്ചു പൂട്ടി പ്രാണൻ രക്ഷിക്കാൻ തക്ക ഭക്ഷണപാനീയം നൽകി പുറം ലോകവുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ കഴിയാതാക്കിയതിനു ശേഷം
മുറിയുടെ വാതിൽ തുറന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് ഒറ്റപ്പെടൽ എന്ന് ചോദിക്കുക. അഹോ, അത് ഭയങ്കര ശിക്ഷയാണല്ലോ എന്ന് പറയും. ഈ നിലയിൽ ചിന്തിക്കുമ്പോൾ മരിച്ചവരെല്ലാവരും ഈ ശിക്ഷാദുഃഖത്തിലാണെന്ന് വരും. അങ്ങനെ തന്നെയാണ് കാര്യം. പക്ഷേ വിശ്വാസികളും സൂക്ഷ്മ ഭക്തരുമായുള്ളവർക്ക് ഈ ദുഃഖത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമെന്ന് തീർച്ച. മരണവേളകളിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആശീർവാദ വാക്യങ്ങൾ കേട്ടുകൊണ്ടാണ് അവർ യാത്രയാവുക. അതിനുശേഷം ഒരിക്കലും മുറിഞ്ഞു പോകാത്ത അത്യാനന്ദം തന്നെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആയത്ത് 54. അതിനാൽ ഇന്ന് യാതൊരാളോടും യാതൊരു അനീതിയും ചെയ്യപ്പെടുകയില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതുമല്ല. പേജ് നമ്പർ 1548. മനുഷ്യർ അവർ ചെയ്ത കർമ്മങ്ങൾക്ക് കൃത്യവും പൂർണ്ണവുമായ പ്രതിഫലം നൽകപ്പെടും. കണിശമായ നീതി ഒരാൾക്കും അശേഷം അനീതി അനുഭവിക്കേണ്ടി വരികയില്ല. താൻ പ്രവർത്തിച്ചതിന് തുല്യമായ പ്രതിഫലം തന്നെ എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ആയത്ത് 55. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ. നിശ്ചയമായും സ്വർഗവാസികൾ ഓരോ പ്രവർത്തനത്തിലായിക്കൊണ്ട് ആനന്ദം ആസ്വദിക്കുന്നവരായിരിക്കും. ആയത്ത് 56. ഹും വഅസ്വാജുഹും ഫീ ഗുലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവരും അവരുടെ ഇണകളും തണലുകളിൽ അലങ്കൃത സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ആയത്ത് 57. ലഹും ഫിഹാ ഫാകിഹത്തുൻ. അവർക്കവിടെ പഴവർഗ്ഗങ്ങളുണ്ട്. വലഹും മാ യദ്ദഊൻ. അവർ എന്താവശ്യപ്പെടുന്നുവോ അതും അവർക്കുണ്ട്. സ്വർഗത്തിൽ സജ്ജനങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സുഖവും ആനന്ദവും ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ സുഖ സൗകര്യങ്ങളായിരിക്കും അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുക എന്ന് ഹദീത്തിൽ കാണാം. ബുഖാരി 32-44. ആയത്ത് 58. സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം. സമാധാനം അതായിരിക്കും കരുണാനിധിയായ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വാക്ക്. പരിപൂർണമായ ശാന്തിയും സമാധാനവുമാണ് റബ്ബ് അവിടെ സ്വർഗവാസികൾക്ക് നൽകുക. രാജാധിരാജനായ അള്ളാഹുവിങ്കിൽ നിന്ന് നേരിട്ടുള്ള സലാം അഭിവാദ്യത്തെക്കാൾ മഹത്തരമായി മറ്റൊന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരുവാൻ മഹാകാരുണികനായ റബ്ബ് തീരുമാനമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ആയത്ത് 59. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റവാളികളെ, ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക എന്ന് അവരോട് പറയപ്പെടും. ഇഹലോകത്ത് കുറ്റവാളികളും സജ്ജനങ്ങളും ഇടകലർന്ന് ജീവിച്ചിട്ടുണ്ടായിരിക്കും. പരസ്പരം ബന്ധങ്ങളുമുള്ളവരാകും. ഇവിടെ പരലോകത്ത് അങ്ങനെയല്ല. കുറ്റവാളികൾ മാറ്റി നിർത്തപ്പെടും. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 889. സൂറത്ത് യാസീൻ ആയത്ത് 60. അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാന. ആദം സന്തതികളെ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന് നിങ്ങളോട് നാം ബലമായി കൽപ്പിച്ചിരുന്നില്ലേ? പേജ് നമ്പർ 1549. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് മനുഷ്യരെ വ്യതിചലിപ്പിക്കാനാണ് പിശാച് എപ്പോഴും ശ്രമിക്കുക. എന്നാൽ പിശാചിനെ തന്നെ ആരാധിക്കുന്നവരും ഉണ്ട്. പിശാചിനെ ആരാധനാമൂർത്തിയാക്കി പല ആരാധനാ വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കുന്നവരുണ്ട്. മനുഷ്യകുലത്തോട് അള്ളാഹു കൽപ്പിച്ചതാണ് ബഹുദൈവാരാധന ചെയ്യരുതെന്ന്. ഇവിടെ ചില കാര്യങ്ങൾ പ്രത്യേകമായി ഉണർത്തേണ്ടതുണ്ട്. അർത്ഥവ്യാഖ്യാനത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ച വാക്കാണ് ലാ തഅബുദു ശൈത്വാന എന്നത്. അതിന് പിശാചിനെ അനുസരിക്കരുത് എന്ന് ഇവിടെ പല മുഫസ്സിറുകളും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷ ശത്രുവിനെ മിത്രമായി കരുതി അനുസരിച്ചാൽ വ്യാപകമായ നാശമായിരിക്കും ഫലം. അനുസരിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ ഗുരുതരാവസ്ഥ അനുസരിച്ച് ഫലവും ഗുരുതരമായിരിക്കും. ആദം നബി അലൈഹിസ്സലാം പിശാചിനെ അനുസരിച്ചു. ആദം പാപിയായി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആദം കാഫിറായി എന്നോ മുശ്രിക്കായി എന്നോ പറഞ്ഞില്ല. ഇനി ഒരാൾ പിശാചിനെ അനുസരിച്ചുകൊണ്ട് വിഗ്രഹത്തെയോ ഖബറിനെയോ ആരാധിച്ചാൽ അവൻ കാഫിറായി എന്ന് തീർച്ച. മദ്യപിച്ച ഒരാളെ പാപി എന്ന് പറയാം, കാഫിർ എന്ന് പറയാൻ പാടില്ല. ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പിശാചിനെ അനുസരിക്കുന്നതിൽ നിന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ പിശാചിൻ്റെ അജ്ഞാനവർത്തിയായാൽ
പൂർണ്ണമായി നാശത്തിലേക്ക് ക്രമാനുഗതമായി വീഴുന്നതാണ്. വിശാലമായി ഈ അർത്ഥത്തിലാണ് അനുസരിക്കരുതെന്ന് ഇവിടെ പറഞ്ഞത്. എന്നാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന് കൽപ്പിക്കുന്നിടത്ത് ഈ അർത്ഥം ഒരിക്കലും യോജിക്കുകയില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണത്തിന് തന്നെ അതുമൂലം ഹാനി സംഭവിക്കും. ഈ വാക്യത്തിലെല്ലാം അള്ളാഹുവിന് പ്രത്യേകമായി അവകാശപ്പെട്ട വിഷയം മാത്രമേ അർത്ഥമാക്കാവൂ. അത് ആരാധനയാണ്. പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിന് അർഹതയില്ല. അനുസരണം അത്തരം വിഷയമല്ല. നിരുപാധികമായി തന്നെ പ്രവാചകന് അവകാശപ്പെട്ടതാണെന്ന് അസന്നിഗ്ധമായ ഖുർആൻ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർ എന്നെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു. ബുഖാരി 26:57. സ്വാഭാവികമായ അനുസരണവും കൽപ്പിച്ചതും അനുവദിച്ചതുമുണ്ട്. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭരണാധികാരികൾ, നേതാക്കൾ, പ്രായം ചെന്നവർ, ഇങ്ങനെ വ്യാപകമാണ് അതിൻ്റെ മേഖല. മനുഷ്യർ പരസ്പരം അനുസരിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടുമല്ലാതെ സാമൂഹിക ജീവിതം സാധ്യമല്ല. ഇങ്ങനെ വിശാലമായി മനസ്സിലാക്കുകയും കൈക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു വിഷയത്തെ അള്ളാഹുവിന് മാത്രം എന്ന് ഒറ്റയാക്കി പറയുന്നത് മൂലം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട് താനും. നിരുപാധികമായി അള്ളാഹുവിന് മാത്രം അനുസരിക്കുക എന്നർത്ഥമാക്കിയാൽ പോലും കാര്യം അപകടകരമായിത്തീരും. പ്രവാചകനെ നിരുപാധികമായി അനുസരിക്കണമെന്ന് അള്ളാഹു ശക്തിയായി കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിന് മാത്രമേ അനുസരണം പാടുള്ളൂ എന്ന് പറയാൻ പാടുള്ളതല്ലോ. കാരണം ആബിദുർ റസൂലിനെ ഇബാദത്ത് ചെയ്തവർ കാഫിറാകുമെന്നത് നീക്കുപോക്കില്ലാത്ത കാര്യമാണല്ലോ. അതിനാൽ ലാ തഅബുദു ശൈത്താന എന്ന് പറഞ്ഞിടത്ത് പിശാചിനെ അനുസരിക്കരുത് എന്നർത്ഥമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയ്യാക നഅബുദു എന്ന വചനത്തിന് അർത്ഥം നൽകിയാൽ ആരാധനയിൽ അള്ളാഹുവിനെ ഒറ്റയാക്കുക എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ദർശനമായ തൗഹീദിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഇല്ലാതായിത്തീരും. അതോടെ ദീൻ പൊളിഞ്ഞു. പ്രശസ്തനായ അബുൽ അഅ്ല മൗദൂദിയുടെ റഹിമഹുല്ലാഹ് തൂലിക വരുത്തിയ അപകടം ഇതായിരുന്നു. ഇയ്യാക നഅബുദു എന്ന സർവപ്രധാനമായ ഖുർആനിലെ മഹത് വചനത്തിന് അദ്ദേഹം 3 അർത്ഥം നൽകി. അടിമവൃത്തി, അനുസരണം, ആരാധന, അത് 3ഉം ഇവിടെ ഒന്നിച്ച് ഉദ്ദേശിക്കണമെന്ന് ശക്തിയായി വാദിക്കുകയും ചെയ്തു. ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അതായത് അനുസരണം എന്നത് അള്ളാഹുവിന് മാത്രം എന്ന വാദം തെറ്റാണെന്നർത്ഥം. എന്നാൽ ആത്യന്തികമായിട്ടുള്ള അനുസരണം അള്ളാഹുവിന് മാത്രം എന്നത് ശരിയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത് പോലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പരമമായ അനുസരണം അള്ളാഹുവിന് മാത്രം. അപ്പോൾ എന്നാൽ നിരുപാധികമായിട്ട് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നുണ്ട്. അത് പരമമായ അനുസരണം അല്ല എന്ന അർത്ഥത്തിലായിരിക്കാം ഒരു പക്ഷേ അത്തരം വാദങ്ങൾ. അല്ലാഹു ആലം, കൃത്യമായിട്ട് നമുക്കറിയാം. വായനയിലേക്ക് വരാം. യാസീൻ സൂറത്തിലെ ഈ വചനം ആദം സന്തതികളെ എന്ന സംബോധനയിലൂടെയാണല്ലോ ഇതിലൊരു തത്വം ഉൾക്കൊള്ളുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ യുഗാന്തരങ്ങളിലൂടെ ജീവിച്ച മനുഷ്യവർഗങ്ങളുടെ ചരിത്രം സ്പഷ്ടമാക്കുന്ന വിഷയമാണിത്. പിശാചിൻ്റെ കെണിയിലകപ്പെട്ട വ്യക്തികളും കുടുംബങ്ങളും ഗോത്രങ്ങളും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും നാശത്തിലേക്കാണ് നീങ്ങിയത്. നിങ്ങളും അതുപോലുള്ള നാശത്തിന് വിധേയരാകാതെ സൂക്ഷിക്കണം. അനുസരണം എന്നർത്ഥം നൽകിയ ഖുർആൻ വ്യാഖ്യാതാക്കൾ ആരും തന്നെ പിശാചിനെ അനുസരിക്കുന്നവർ മുശ്രിക്കും കാഫിറുമാകുമെന്ന് സമർത്ഥിച്ചിട്ടില്ല. അനുസരിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്നതാണത്. പ്രഗത്ഭരായ പല വ്യാഖ്യാതാക്കളും പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്നിവിടെ അർത്ഥം നൽകിയിട്ടുണ്ട്. പിശാചിൻ്റെ പ്രേരണകളിൽ മുഖ്യമായത് മനുഷ്യനെ തൗഹീദിൽ നിന്നും തെറ്റിക്കുക എന്നത് തന്നെയാണ്. വിഗ്രഹാരാധന മാത്രമല്ല ഈ തെറ്റിക്കൽ, വ്യാപകമായ മേഖലയാണ് അതിലുള്ളത്. അള്ളാഹുവിന് പുറമെ മറ്റേതെങ്കിലും സൃഷ്ടികൾക്ക് അദൃശ്യമായ അറിവും കഴിവുമുണ്ടെന്ന വിശ്വാസം മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കലാണ് ഇതിൻ്റെ കാതൽ. ഈ വിശ്വാസം മനുഷ്യ മനസ്സിൽ കരുപ്പിടിപ്പിച്ചാൽ അദൃശ്യമാർഗത്തിലൂടെയുള്ള ആശയും ഭയവുമായി മനുഷ്യൻ ഒട്ടേറെ കർമ്മങ്ങൾ നിർവഹിക്കും, വാക്കുകൾ പറയും, വിചാരങ്ങൾ സൂക്ഷിക്കും. ഇതെല്ലാം തൗഹീദിന് വിരുദ്ധവും ദൈവാരാധനയ്ക്ക് കാരണവുമാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ മുശ്രിക്കായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അബൂ ദാവൂദ് 32:53, തിർമിദി 15:35. ഇവിടെ അടുത്ത വചനം ഈ അർത്ഥത്തെ ബലപ്പെടുത്തുന്നതും കാണാം. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ, അതാണ് ചൊവ്വായ മാർഗം. ഏതൊരു ഏകദൈവാരാധനയെയും മറ്റ് പാപങ്ങളിലേക്ക്, ഏതൊരു ഏകദൈവ ആരാധകനെയും മറ്റ് പാപങ്ങളിലേക്ക് നയിക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. പലരും കെണിയിൽ വീഴുകയും ചെയ്യും. ധാരാളം സംഭവങ്ങൾ ആത്മവിമർശനത്തിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും നമുക്ക് അനുഭവ ബോധ്യമാണ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിശ്ചയമായും പിശാച് നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു എന്ന് പറഞ്ഞുവല്ലോ.
അപ്പോൾ ശത്രുവാണെങ്കിൽ പാടില്ല, മിത്രമാണെങ്കിൽ വിരോധമില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇവിടെ വിരോധിച്ചത് എന്ന് വരും. എന്നാൽ ഇബാദത്ത് അങ്ങനെയുള്ള വിഷയമല്ല. മിത്രമായാലും പാടില്ല, മിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അടുത്തുള്ളയാളായാലും പാടില്ല. അങ്ങനെയുള്ള വിഷയമാണ് ഇബാദത്ത്, ആരാധന. ആയത്ത് 61. എന്നെ നിങ്ങൾ ആരാധിക്കുകയും എന്നും ഹദാ സിറാത്തും മുസ്തഖീം, ഇത് ചൊവ്വായ മാർഗമാകുന്നു. ആയത്ത് 62. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ, നിശ്ചയമായും നിങ്ങളിൽ നിന്ന് നിരവധി കൂട്ടരെ അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തകൂനു തഖിലൂൻ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായില്ലേ? മനുഷ്യർക്ക് അള്ളാഹു ബുദ്ധിശക്തി നൽകിയിട്ടുണ്ട്. വിശകലനം ചെയ്യാനും തെറ്റും ശരിയും വിവേചിച്ചറിയാനുമുള്ള കഴിവ് മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നില്ല. ഭൗതിക ജീവിതത്തിലെ സകല വിഷയങ്ങളും മനുഷ്യൻ ആലോചിച്ചും വിശകലനം ചെയ്തുമാണ് പ്രവർത്തിക്കുന്നത്. പേജ് നമ്പർ 1551. വഴിതെറ്റിക്കുന്ന പിശാചിൻ്റെ കാര്യം പ്രവാചകന്മാർ മുഖേന മനുഷ്യരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ ബോധവാന്മാരാകുന്നില്ല. ആയത്ത് 63. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, നിശ്ചയമായും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടുകൊണ്ടിരുന്ന നരകം ഇതാ. ആയത്ത് 64. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്നതിനാൽ നിങ്ങൾ അതിൽ കിടന്ന് എരിഞ്ഞുകൊള്ളുക. ആയത്ത് 65. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്നതും വതുകല്ലിമുന ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുകയും അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്നതുമാകുന്നു. തങ്ങളുടെ പാപങ്ങൾ സമ്മതിക്കാതിരിക്കുകയും സാക്ഷ്യങ്ങളെ തള്ളിക്കളയുകയും കളവാക്കുകയും ചെയ്യുന്നവർക്ക് ഇതാണ് ഗതി. സ്വശരീരത്തിലെ അവയവങ്ങൾ അവ പ്രവർത്തിച്ചത് ഓരോന്നിനും സാക്ഷി പറയും. ഓരോരുത്തരുടെയും കൃത്യവും വിശദവുമായി മലക്കുകൾ റെക്കോർഡാക്കിയ കർമ്മരേഖ ഹാജരാക്കപ്പെടും. പ്രവാചകന്മാരുടെയും മറ്റും സാക്ഷ്യങ്ങൾ വേറെയും. സൂറത്ത് ഫുസ്സിലത്തിൽ 20-21 തൊലികളും കണ്ണും കാതും സാക്ഷി പറയുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി എങ്ങനെ സംസാരിക്കുമെന്ന് ആശ്ചര്യപ്പെടേണ്ടതില്ല. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു അവയെക്കൊണ്ടും സംസാരിപ്പിച്ചതാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്താൽ അത് സംസാരിക്കും, അതും സംസാരിക്കും. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ അടിയാൻ എനിക്ക് എന്നിൽ നിന്നല്ലാതെ പുറമെ നിന്ന് സാക്ഷി ലഭിക്കാനില്ല എന്ന് പറയും. അപ്പോൾ അള്ളാഹു അവൻ്റെ വായിൽ മുദ്രവെക്കും, അവൻ്റെ അവയവങ്ങളോട് സംസാരിക്കുവാൻ പറയും. അങ്ങനെ അവൻ ചെയ്ത പ്രവർത്തികളെപ്പറ്റി അവ സംസാരിക്കും. പിന്നീട് അവന് സംസാരിക്കുവാൻ അവസരം കൊടുക്കും. അപ്പോൾ അവൻ അവയോട് പറയും, നിങ്ങൾ വിദൂരം, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ ഇഹത്തിൽ വെച്ച് ഞാൻ ചെയ്തു പോന്നിരുന്നത്. മുസ്ലിം 52-71.